മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയെ അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാൻ ആവില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെ അമ്മ സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ആഗസ്റ്റ് 15-ന് അമ്മയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇന്ന് അമ്മ തീരുമാനമെടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനത്തേക്ക് എത്തും എന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത്. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് കരുതുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സംഘടനാ തലപ്പത്തേക്ക് എത്തിക്കുമില്ല. ഇത്തവണ സ്ത്രീകളോ യുവതാരങ്ങളോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത്. ഇതോടെ കുഞ്ചാക്കോ ബോബന്റെ പേരാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. മലയാള സിനിമയിലെ ജെന്റിൽമാനായി അറിയപ്പെടുന്ന കുഞ്ചാക്കോ ബോബൻ നേതൃത്വത്തിലേക്ക് വരുന്നതോടെ സംഘടനയിൽ ആർക്കും താൽപ്പര്യക്കുറവില്ല. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കുഞ്ചാക്കോ ബോബൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല ടൊവിനോ തോമസ്, നിവിൻ പോളി, പൃഥ്വിരാജ് പോലുള്ള യുവതാരങ്ങൾക്കും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൽപ്പര്യവുമില്ല. ഈ സാഹചര്യത്തിൽ മുതിർന്ന നടനും പൊതുസമ്മതനുമായ വിജയരാഘവന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. സംഘടനയിൽ തന്നെ ചില താരങ്ങളാണ് വിജയരാഘവൻ നേതൃത്വത്തിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ വിജയരാഘവനും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് വിവരം. അമ്മ പ്രസിഡന്റായി ഇക്കുറി ഒരു വനിത വരട്ടെ എന്നും സംഘടന ശക്തമായ അഭിപ്രായമുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് അംഗമായ നടി ശ്വേതാ മേനോന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കിടക്കുന്നത്. മത്സരിക്കുന്നവരുടെ ശ്വേതയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലെന്നാണ് സൂചന. നടിയെ ആക്രമിച്ച കേസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘടനയ്ക്കുണ്ടാക്കിയ ചീത്തപ്പാടും മാറ്റാൻ കൂടി ഒരു സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെയാണ് താരസംഘടന ലക്ഷ്യമിടുന്നത്. നേതൃസ്ഥാനത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി നവ്യ നായരെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് മീറ്റു ആരോപണം ഉയർന്നതിനെ തുടർന്ന് രാജിവെച്ചത്. ഈ സ്ഥാനത്തേക്ക് ബാബുരാജിനെ എത്തിക്കാൻ ഒരു വിഭാഗത്തിന് താൽപ്പര്യമുണ്ട്. എന്നാൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുന്നതിനെ ശക്തമായി എതിർക്കുന്നതും സംഘടനയിലുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നൽകിയ പിന്തുണയുടെ പേരിലാണ് താരസംഘടന ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ളത്. അതിന് പിന്നാലെ അമ്മയിൽ നിന്ന് ഭാവന, റീമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത് എന്നിവർ രാജിവെച്ചിരുന്നു. രാജിവെച്ച നടിമാരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ പുതിയ സംഘടനയും തുടക്കമിട്ടു. പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കവും താരസംഘടന നടത്താതിരുന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പുറത്തുപോയ നടിമാരെ സംഘടനയ്ക്ക് തിരിച്ചുവരാൻ കൊണ്ടുവരണം ഇന്ന് അമ്മയിലെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട്. പഴയ നേതൃത്വത്തിന്റെ നിലപാടുകളെ കലഹിച്ച് പുറത്തുപോയവർക്ക് കൂടി സ്വീകാര്യതയുള്ളവരും വിശ്വാസമുള്ളവരുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റും ആയിരിക്കും പുതിയതായി വരാൻ പോകുന്നത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതും.